ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് തണുപ്പാണ് നല്ല, എങ്കിലും ഞാൻ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നല്ല തണുപ്പിൽ ഇറങ്ങാൻ നമുക്ക് മടിയായിരിക്കും, പക്ഷെ നമ്മൾ നടക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഈ നടക്കുമ്പോൾ നമ്മളുടെ ചെറുപ്പകാലത്തിലെ ചില ഓർമ്മകൾ എന്നിലേക്ക് കടന്നു വരികയാണ്. പണ്ട് കാലത്ത് നമ്മൾ രാവിലെ എണീക്കുമ്പം കൊച്ച് തണുപ്പൊക്കെ ആയിരിക്കും. കൊച്ചു വെളുപ്പം കാലത്ത് 6 മണിക്ക് എണീക്കണം. അത് പൊളൈറ്റായിട്ട് ഉള്ള രീതിയായിരുന്നു. ഫാദർ വിളിച്ചിരിക്കും, 6 മണി എന്നൊരു സമയം വിളിച്ചിരിക്കും, എല്ലാവരും എണീറ്റിരിക്കണം കൃത്യമായിട്ട്. അങ്ങനെ എണീറ്റ് നമുക്ക് ചെയ്യാനുള്ള രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും പ്രഭാത കൃത്യങ്ങളും എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞോണ്ടേ ഇരിക്കും. ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് പല്ലും എല്ലാം തേച്ച്, അന്നൊക്കെ പല്ല് തേക്കുന്നത് ഉമ്മിക്കിരി വെച്ചായിരുന്നേ. ഉമ്മിക്കിരി വെച്ച് പല്ലെല്ലാം തേച്ച്, നാക്ക് പിടിക്കുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയില്ലേ അതിൻ്റെ ഈർക്കിലിയൊക്കെ വെച്ചായിരുന്നു അന്നത്തെ കാലത്ത്. നാക്കൊക്കെ പിടിച്ച് നല്ല വെള്ളം പോലെ വെളുക്കുമായിരുന്നു ആ ഉമ്മിക്കിരിയൊക്കെ ഇട്ട് തേക്കുന്ന കാലത്ത്. നല്ല രസമായിരുന്നു ആ കാലഘട്ടം. പിന്നെ മാവിൻ്റെ ഇലയൊക്കെ ഇട്ട് തേക്കുമായിരുന്നു. അങ്ങനെ രാവിലെ വിളിച്ചെണീപ്പിച്ച്, പിന്നെ രാത്രിനും രാവിലെ 5:30 എണീറ്റിട്ട് ഈ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി എക്സർസൈസിന് എന്നും രാവിലെ പോകും 5:30. അത് കൃത്യനിഷ്ഠമായിരിക്കും പുള്ളിക്കാരൻ. അതുപോലെ തന്നെ വായനയുണ്ട് 1 മണിക്കൂർ. നല്ല ഒരു കൃത്യനിഷ്ഠയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ആ കൃത്യനിഷ്ഠയൊന്നും മക്കളായ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് പറയാം. ഇപ്പം കുറച്ച് ഞാൻ അത് ഒരു മാറ്റത്തിലേക്കും ചിന്തിക്കാറുണ്ട്. അപ്പം ചെറുതായിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു രീതിയിലേക്ക് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ബ്യൂട്ടിഫുൾ മെമ്മറിയാണ്. അന്ന് കരികിലൊക്കെ ഇട്ട് ഇങ്ങനെ കത്തിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ തീ കായുന്നതൊക്കെ ഞാൻ ഓർക്കും. അതൊക്കെ നല്ലൊരു കാലഘട്ടമായിരുന്നു. അതെല്ലാം മാറി കാലം കുറേ മുന്നോട്ട് വളർന്നില്ലേ. അതൊക്കെ നല്ലൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാം, ഓർമ്മച്ചപ്പിൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.